ഓട്ടോറിക്ഷകൾക്ക് ദൂരപരിധിയില്ലാതെ എവിടെ വേണമെങ്കിലും സർവീസ് നടത്താമെന്ന ഗതാഗത വകുപ്പ് തീരുമാനം പുതിയ വിവാദത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. CITU സംസ്ഥാന കമ്മിറ്റി തീരുമാനത്തെ എതിർത്തതിന് പിന്നാലെ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ സ്റ്റേറ്റ് പെർമിറ്റിനെ അനുകൂലിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം ചേർന്ന സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി യോഗത്തിലാണ് ഓട്ടോറിക്ഷകൾക്ക് സ്റ്റേറ്റ് പെർമിറ്റ് നൽകാൻ തീരുമാനിച്ചത്. ഓട്ടോ തൊഴിലാളികളുടെ CITU കണ്ണൂർ മാടായി ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുടെ അപേക്ഷയിലാണ് തീരുമാനമെന്നാണ് ഗതാഗത വകുപ്പിന്റെ ഉത്തരവിൽ പറയുന്നത്. ഓട്ടോറിക്ഷയുടെ സാഹചര്യമൊക്കെ മാറി. പഴയ പോലെ ഓട്ടോറിക്ഷ പ്രാദേശികമായി മാത്രം ഓടുന്നതല്ല. ഈ അടുത്തൊരു ജില്ലയിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു താലൂക്കിലേക്കോ കയറാൻ പോലും കഴിയാത്ത അവസ്ഥയുണ്ടായിരുന്നു. അത് ഒഴിവാക്കാൻ വേണ്ടി ഓട്ടോറിക്ഷക്കാരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു തീരുമാനം ഗവൺമെൻറ് എടുത്തത്. ഉദാഹരണത്തിന് പത്തനാപുരം ടൗണിൽ നിന്ന് ഒരാൾക്ക് കലഞ്ഞൂരേക്ക് ഒരു ഓട്ടോറിക്ഷ പോകാൻ പറ്റത്തില്ല നിയമപരമായി. കലഞ്ഞൂർ നിൽക്കുന്ന ഒരാളിന് പത്തനാപുരം ടൗണിലേക്ക് ഓട്ടോറിക്ഷയിൽ വരാൻ പറ്റത്തില്ല. അപ്പോൾ അതൊരു അപ്രായോഗികമായ പരിഷ്കാരമാണ്. എന്നാൽ എല്ലാവരും പോകുന്നുണ്ട്, വരുന്നുണ്ട്. അവരെ പിടിച്ചു കഴിഞ്ഞാൽ അവരെ ഉപദ്രവിക്കുന്നുള്ളൊരു ഫൈനൊക്കെ വരുന്നുള്ള കാര്യം കൊണ്ടാണ് ഇത്തരത്തിൽ ചെയ്തത്. ഇത് എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ആ ജില്ലയുടെ അതിർത്തിയുള്ള പ്രദേശങ്ങളാണ് ഏറ്റവും കൂടുതൽ. മാത്രമല്ല ഇപ്പോൾ ആളുകൾ ഓട്ടോറിക്ഷയിൽ ശബരിമലയിൽ പോകാറുണ്ട്. അതുപോലെ ആളുകൾ ഓട്ടോറിക്ഷയിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു ഹോസ്പിറ്റലിൽ പോകണം, പത്തനംതിട്ടയിൽ കോന്നി ആശുപത്രിയിൽ പോകണമെങ്കിൽ തലവൂരുള്ള ആളുകൾ ഓട്ടോറിക്ഷയിൽ പോകാൻ പറ്റത്തില്ല. ഒന്നീ കാർ പിടിച്ച് പോകണം, അല്ലെങ്കിൽ ബസ്സിൽ പോകണം എന്നുള്ളതാണ്. അപ്പോൾ ഓട്ടോറിക്ഷ അതിന് ഓടാനുള്ള സൗകര്യം ഇപ്പോൾ സാങ്കേതികമായ മികവുണ്ട്. എന്തുകൊണ്ടാണ് CITU ഈ തീരുമാനത്തെ എതിർക്കുന്നത്? ഓട്ടോ തൊഴിലാളികൾക്ക് പറയാനുള്ളത് എന്താണ്? നമുക്ക് വിശദമായി പരിശോധിക്കണം. തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണനും അരുൺ സോളമനും ചേരുന്നുണ്ട്. ഒപ്പം പത്തനംതിട്ടയിൽ നിന്ന് പ്രവീൺ പുരുഷോത്തമനും, കൊച്ചിയിൽ നിന്ന് അലി അക്ബർ ഷായും, കോഴിക്കോട് നിന്ന് MM രാകേഷും ചേരും വിശദമായ വിവരങ്ങളുമായി. ആദ്യം നമ്മൾ ഉമേഷ് ബാലകൃഷ്ണനിലേക്ക് പോവുകയാണ്. ഉമേഷ്, കോർപ്പറേറ്റുകളെ സഹായിക്കാനാണ് ഇത്തരത്തിലൊരു തീരുമാനം എന്നാണ് CITUവിന്റെ നിലപാടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. പക്ഷേ ഒരു CITU നേതാവിന്റെ തന്നെ അപേക്ഷയിലാണ് ഇത്തരത്തിലൊരു തീരുമാനം കൈക്കൊണ്ടത് എന്നാണ് ഗതാഗത വകുപ്പ് പറയുന്നത്. എന്തുകൊണ്ടാണ് CITU ഇത്തരം ഒരു തീരുമാനത്തെ എതിർക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്? പക്ഷേ ഗതാഗത മന്ത്രിയുടെ പ്രതികരണം കേട്ടാൽ ഗതാഗത വകുപ്പ് ഒട്ടും പിറകോട്ടല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഇത് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ തീരുമാനമാണ്. സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി എന്ന് പറയുന്നത് ഗതാഗത കമ്മീഷണർ, പോലീസിൽ തന്നെ ട്രാഫിക് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായി IPS ഓഫീസറായ സ്പർജൻ കുമാർ, കൂടാതെ ഒരു നോൺ ഒഫീഷ്യൽ പ്രതിനിധി കൂടി ഉൾപ്പെടുന്നതാണ് ഈ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. ഇത് ഒരു വർഷത്തിൽ ഒരിക്കലാണ് കൂടുന്നത്. ഈ സമയത്ത് ഇതിനു മുൻപ് തന്നെ മാറ്റേണ്ട, അതായത് ട്രാഫിക്കുമായി ബന്ധപ്പെട്ടും ഗതാഗതവുമായി ബന്ധപ്പെട്ടും മാറ്റേണ്ട അപേക്ഷകൾ ഈ ഗതാഗതവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകൾക്ക് സമർപ്പിക്കാം. അതിൽ ബസ്സിൻ്റെ പെർമിറ്റ് വരും, ടൂറിസ്റ്റ് ബസ്സുകളുടെ പെർമിറ്റ് വരും, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഗതാഗതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അപേക്ഷ കൊടുക്കാം. ഈ അപേക്ഷ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി കൃത്യമായി പരിശോധിക്കും. അതിൻ്റെ നിയമവശങ്ങൾ പരിശോധിച്ച് അപേക്ഷകൾ പരിഗണിച്ച് അതിനൊരു തീരുമാനമെടുക്കും. കഴിഞ്ഞ മാസം 10-ാം തീയതിയായിരുന്നു സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി തിരുവനന്തപുരത്ത് യോഗം ചേരുന്നത്. ഇതിൽ ഒരുപാട് ആവശ്യങ്ങൾ വന്നു. അതിൽ ഒരു ആവശ്യമായിരുന്നു കണ്ണൂർ മാടായി ഓട്ടോ തൊഴിലാളികളുടെ ഏരിയ സെക്രട്ടറിയായ ഗോപാലകൃഷ്ണൻ ഇത്തരത്തിൽ സ്റ്റേറ്റ് പെർമിറ്റ്, അതായത് നിലവിൽ 20 കിലോമീറ്റർ, ജില്ല വിട്ടാലും 20 കിലോമീറ്റർ പരിധിയിൽ മാത്രമേ ഒരു ഭാഗത്തെ രജിസ്റ്റർ ചെയ്ത ഓട്ടോകൾക്ക് ഓടാൻ കഴിയൂ എന്നുള്ള ഒരു പരിമിതി ഉണ്ടായിരുന്നു. അത് വിട്ട് കൂടുതൽ ദൂരം പോവുകയാണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിന് തടഞ്ഞു നിർത്തി പെർമിറ്റ് ലംഘനം ആരോപിച്ച് പിഴ ഈടാക്കാം. അത്തരത്തിൽ പിഴ ഈടാക്കുന്ന പ്രശ്നങ്ങൾ, അത് നിരവധി പ്രശ്നങ്ങളാണ്. KB ഗണേഷ് കുമാർ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ആശുപത്രിയിൽ പോയാൽ അതുപോലും പേടിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ഒരു തീരുമാനമെടുക്കുന്നു. ഇനി മുതൽ ഈ ഒരു പ്രാദേശികമായ അല്ലെങ്കിൽ ദൂരപരിധി വേണ്ട എന്നും, ഇനി മുതൽ കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഇത്തരത്തിൽ ടാക്സികൾ ഓടുന്നത് പോലെ ഓട്ടോറിക്ഷയ്ക്കും ഓടാമെന്നുമുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു. എന്തായാലും ആ തീരുമാനത്തെ എതിർത്തുകൊണ്ട് CITU രംഗത്തെത്തിയിരിക്കുന്നു. CITU പറയുന്ന പ്രധാന കാരണം ഇപ്പോൾ ദൂരപരിധി ലംഘിച്ചു കഴിഞ്ഞാൽ ഓട്ടോക്കാർ തമ്മിലുള്ള ഒരു സൗഹൃദ അന്തരീക്ഷം തകരുമെന്നും പരസ്പരം തർക്കത്തിലേക്കും സംഘർഷത്തിലേക്കും പോകുമെന്നുമെല്ലാം പറയുന്നു. രണ്ടാമത്തെ കാര്യം, അപകട സാധ്യത കൂടുതലെന്ന് പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇതിൽ ബാധിക്കുന്ന രണ്ട് വിഭാഗങ്ങൾ, ഒന്ന് സാധാരണ ഓട്ടോകളെ ആശ്രയിക്കുന്ന സാധാരണ യാത്രക്കാരാണ്, രണ്ട് ഓട്ടോ തൊഴിലാളികളാണ്. ഒരു ബഹുഭൂരിപക്ഷം വരുന്ന ഓട്ടോ തൊഴിലാളികൾക്ക് അവരുടെ ഒരു ചെറിയൊരു പതിപ്പാണ് നമുക്ക് ഇപ്പോൾ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് കിട്ടുന്നത്. എന്തായാലും അവരുടെ അഭിപ്രായങ്ങളിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഇപ്പോൾ ചേട്ടാ, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ തീരുമാനം. നിങ്ങൾക്ക് ഈ ദൂരപരിധി ഒഴിവാക്കി കേരളത്തിൽ എവിടെ വേണമെങ്കിലും സർവീസ് എടുക്കാം. എങ്ങനെ കാണുന്നു? നല്ല കാര്യം തന്നെയാണ്, തീർച്ചയായും നല്ല കാര്യം തന്നെയാണിത്. നിങ്ങൾ എവിടെ ഇങ്ങനെ ഇത്തരത്തിൽ മറ്റ് ജില്ലകളിലൊക്കെ ഓട്ടം വന്നാൽ നിങ്ങൾ പോകാറുണ്ടായിരുന്നോ? നേരത്തെ പോകാറില്ലായിരുന്നു. ഇനി നമുക്ക് ധൈര്യമായിട്ട് പോകും. 10 ജില്ലകളിൽ പോകാൻ പറ്റിയില്ലെങ്കിലും സാധാരണ കൊല്ലം വരെയെങ്കിലും ഒക്കെ പോകാൻ സാധിക്കുമെന്നാണ്. അതേപോലെ ഇപ്പോൾ ടാക്സിക്കാരെ ഒരു അസുഖമില്ല ഹോസ്പിറ്റലിൽ പോയിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ ടാക്സി വിളിച്ച് പോകേണ്ട അത്രയും വരുമാനം കാണില്ല. ഇപ്പോൾ ഒരു ഓട്ടോയിൽ വന്നാൽ നമുക്ക് കൊണ്ട് ധൈര്യമായിട്ട് കൊണ്ടാക്കാൻ പറ്റും. എന്തായാലും ചേട്ടാ, എങ്ങനെയുണ്ട്? ചേട്ടൻ എപ്പോഴെങ്കിലും മറ്റ് ജില്ലയിലൊക്കെ ഓട്ടം വിളിച്ചിട്ടുണ്ടായിരിക്കും? വിളിച്ചിട്ടുണ്ട്, പോകാൻ പറ്റില്ല. ഇനി ധൈര്യമായിട്ട് പോകാൻ. ഇത് സർക്കാർ ചെയ്ത വലിയൊരു
കാര്യമാണ്, നല്ലൊരു കാര്യമാണ്. എപ്പോഴെങ്കിലും ഈ ദൂരപരിധി ലംഘിച്ചതിന് പിഴ കിട്ടിയിട്ടുണ്ടോ? പിന്നെ അങ്ങ് പോകാറില്ല, പേടിച്ച് പോകാറില്ല. ചേട്ടനോ എന്താ ഈ തീരുമാനത്തെ ഈ തീരുമാനം വളരെ സ്വാഗതാർഹമാണ്. എല്ലാവർക്കും ഒരു നേട്ടമാണ്. ഇവിടെ ഓട്ടം കിട്ടിയാലും പോകണ്ട, ദയവായിട്ട് പോകാൻ. പ്രശ്നം പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ദൂരപരിധി ലംഘിച്ചാൽ ഇപ്പോൾ മറ്റ് പ്രദേശത്തെ ഓട്ടോ തൊഴിലാളികളുമായി തർക്കമെല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ തർക്കത്തിന് സാധ്യതയൊന്നുമില്ല. എല്ലാവരും ഒരുമിച്ച് ഓടും. എന്താ പറയുന്നത് ചേട്ടാ? അങ്ങനെ അതിപ്പം കേരളം മൊത്തം ഇപ്പം കിട്ടിയ ഏറ്റവും നല്ലതാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമുക്ക് മനസ്സിന് സമാധാനമായിട്ട് നമുക്ക് ഒരു ഓട്ടം കിട്ടിയാലും നമുക്ക് ധൈര്യമായിട്ട് പോവാം. പിന്നെ വേറെ ഇതാ ഇപ്പോൾ നമ്മൾ ചേട്ടനെ കുറച്ച് മുമ്പ് പരിചയപ്പെട്ടു. ചേട്ടൻ അടിമാലി സ്വദേശിയാണ് അല്ലേ? ചേട്ടൻ ഇനി ജില്ലയിൽ അടിമാലിയിലേക്ക് ഓട്ടോയും കൊണ്ട് പോവാം അല്ലേ? അതെ, അത് അല്ലെങ്കിലും പോകാമായിരുന്നു. അല്ലെങ്കിൽ ഓട്ടോ എടുത്ത് പോകാം അല്ലേ? യാത്രക്കാരെ കൊണ്ട് പോകാൻ പറ്റില്ല അല്ലേ? യാത്രക്കാരെ കൊണ്ടും പോകുന്നതിന് കുഴപ്പമില്ല, തടസ്സം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഓൾ ഇന്ത്യ പെർമിറ്റ് ആണോ ഇത് കിട്ടിയത്? നിലവിൽ ഓൾ ഇന്ത്യ അല്ല, സ്റ്റേറ്റിൽ ഓൾ കേരള പെർമിറ്റ്. ഓൾ കേരള പെർമിറ്റ് കിട്ടുന്നു നല്ല തന്നെ. വേറെ പ്രശ്നം തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ ശരി ഉമേഷ്, ഞാൻ കിഴക്കേക്കോട്ട ഓട്ടോ സ്റ്റാൻഡിലേക്ക് കൂടി പോവുകയാണ്. എല്ലാവരുടെയും പ്രതികരണം അവിടെ ഇപ്പോൾ ഉമേഷ് നിൽക്കുന്നിടത്തെ ഓട്ടോ ചേട്ടന്മാരെല്ലാം ഇതിനെ അനുകൂലിക്കുകയാണ്. മറ്റിടങ്ങളിലുള്ളവർക്ക് എന്താണ് പറയേണ്ടത് എന്നറിയണം. കിഴക്കേക്കോട്ട ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് നമ്മുടെ അരുൺ സോളമൻ ചേരുന്നുണ്ട്. അരുൺ, ഗുഡ് ഈവനിങ്. അവിടെയുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ സ്റ്റേറ്റ് പരിധി, അതായത് ഒരു പരിധിയുമില്ലാതെ ഇനി യാത്ര ചെയ്യാം യാത്രക്കാരെയും കൊണ്ട് എന്നതിനെ എങ്ങനെയാണ് അവർ നോക്കിക്കാണുന്നത്? വിനിത, കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാനത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ളൊരു നിലപാട് സംസ്ഥാന സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി കൈക്കൊണ്ടിരിക്കുന്നത്. ഓട്ടോറിക്ഷ ഇൻ ദ സ്റ്റേറ്റ് എന്ന രീതിയിലാണ് പെർമിറ്റ് മാറ്റിയിരിക്കുന്നത്. അതായത് കേരളത്തിൽ പാറശാല മുതൽ കാസർഗോഡ് വരെ മുഴുനീളം വളരെ ഫ്രീ ആയിട്ട് ഇനി വാഹനം ഓടിക്കാം എന്ന തരത്തിലുള്ളൊരു ഉത്തരവ് വന്നിരിക്കുന്നു. എന്തായാലും ഈ ഉത്തരവ് വന്നതിന് പിന്നാലെ CIT ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ CIT കണ്ണൂർ മാടായി ഏരിയ കമ്മിറ്റിയാണ് ഇത്തരത്തിലൊരു ഉത്തരവിന് വേണ്ടി അപേക്ഷ സമർപ്പിച്ചിരുന്നത്. അതിന് മുന്നോടിയായിട്ട് ഇത്തരത്തിലൊരു യോഗം കൂടുകയും ആ യോഗത്തിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളും ചർച്ചകളും നടന്നു. എന്നാൽ കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ഈ ചർച്ചകളെയൊക്കെ തള്ളിക്കൊണ്ടാണ് സംസ്ഥാന ട്രാൻസ്പോർട്ട് അതോറിറ്റി ഇതിന് അനുകൂലമായിട്ടൊരു നിലപാടെടുത്തിരിക്കുന്നത്. ഇനി മുതൽ കേരളത്തിൽ മുഴുനീളം ഈ ഓട്ടോ തൊഴിലാളികൾക്ക് ഓട്ടോ സർവീസ് നടത്താം എന്ന തരത്തിലൊരു തീരുമാനം വന്നു. എന്നാൽ ഈ വാഹനങ്ങളിലടക്കം വലിയൊരു മാറ്റം വന്നു എന്നുള്ളതാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ കാര്യം. കാരണം മുൻകാലങ്ങളിൽ ഓട്ടോയിൽ ഡ്രൈവർ ഇരിക്കുന്ന സീറ്റിനടിയിലാണ് എഞ്ചിൻ ഇരിക്കുന്നത്. അതായത് ഈ എഞ്ചിൻ ഇത്തരത്തിലുള്ള അതായത് 30 വർഷത്തിൽ മുന്നേ ഉള്ള കഥയാണ്. അന്ന് ഓട്ടോയ്ക്ക് ഡ്രൈവറിൻ്റെ സീറ്റിനടിയിൽ എഞ്ചിൻ ഇരിക്കുമ്പോൾ ഈ ഓട്ടോ തൊഴിലാളികൾക്ക് ഓട്ടോ 1 മണിക്കൂർ മാത്രമാണ് ഓട്ടോ സർവീസ് നടത്താൻ പറ്റിയിരുന്നത്. എന്നാൽ അതിനൊക്കെ പുറമെ ഇന്ന് കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വന്നിരിക്കുന്നു. അതായത് ഓട്ടോയുടെ പുറകിലാണ് ഇപ്പോൾ എഞ്ചിൻ ഇരിക്കുന്നത്. ഒരേ സമയം തുടർച്ചയായിട്ട് 8 മണിക്കൂർ ഓട്ടോ സർവീസ് നടത്താൻ കഴിയും. എന്തായാലും ഞാൻ ഇപ്പോൾ ഉള്ളത് കിഴക്കേക്കോട്ടയിലാണ്. ഇവിടെ ഈ കിഴക്കേക്കോട്ടയിൽ വ്യത്യസ്തമായ ഈ INTUC-നും അതുപോലെ CIT-യിലുമുള്ള ഓട്ടോ തൊഴിലാളികൾ ഇവിടെയുണ്ട്. അവരുടെ അഭിപ്രായം നമുക്ക് എന്തായാലും ചോദിക്കാം. ചേട്ടാ, ഞാൻ CIT-യുടെ ഇവിടുത്തെ സെക്രട്ടറിയാണ്. CIT-ന്റെ പ്രതിനിധിയാണ്. ചേട്ടൻ്റെ അഭിപ്രായത്തിൽ എന്താണ്? എൻ്റെ അഭിപ്രായത്തിൽ ട്രിവാൻഡ്രം ജില്ലയ്ക്കകത്ത് മാത്രം പെർമിറ്റ് കൊടുക്കാതെ ജില്ലയ്ക്കകത്ത് എവിടെ വേണം പോകാൻ. അപ്പോൾ അതാകുമ്പോൾ ഒരു 50 കിലോമീറ്റർ അടുപ്പിച്ച് വരും. അപ്പോൾ ഇതാകുമ്പോൾ ഇത്രയും ദൂരത്തിൽ സാധാരണ ഓട്ടോറിക്ഷ ഓടില്ല. കാര്യം ഇത്രയും ദൂരത്തിൽ ഓടി വരാൻ ഒരു വ്യക്തിയെ കൊണ്ട് ഓട്ടോ തൊഴിലാളി കൊണ്ട് പറ്റില്ല. ഇത്രയും ദൂരമൊക്കെ പോയിട്ട് വരാൻ. ട്രിവാൻഡ്രം ജില്ലയ്ക്കകത്ത് നമുക്ക് എവിടെ വേണം പോകാനുള്ള സ്വാതന്ത്ര്യം അത് വേണം. കാരണം നമ്മൾ ട്രിവാൻഡ്രം, അതായത് നിലവിൽ ഈ തിരുവനന്തപുരം ജില്ല കഴിഞ്ഞ് പോകണ്ട എന്നാണോ? നിലവിൽ ജില്ല കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ അത്രയും ലോങ് ഉണ്ട്. പിന്നെ അവിടെ ഉള്ളവർ ഇവിടെ വന്ന് ഓടും. അങ്ങനെ വ്യത്യാസങ്ങൾ ഒരുപോലെ സ്റ്റാൻഡുമായിട്ടുള്ള ഓരോ യൂണിയൻ ഉണ്ടല്ലോ. അതായത് ഇത്ര അംഗങ്ങളുണ്ട് ഒരു സ്റ്റാൻഡിൽ. ആ ജില്ലകളിൽ നമ്മൾ ഇത്ര പരിധി ഉണ്ടല്ലോ. നമുക്ക് ഇത്ര 4000-5000 വണ്ടി ഓട്ടോറിക്ഷ ദിവസം ഓടിപ്പോകുന്ന ഏരിയയാണ്. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ സിറ്റി എന്ന് പറയുമ്പോൾ പുറത്തുള്ള വണ്ടികളും വരും. അപ്പം കൂടിക്കഴിഞ്ഞാൽ ഒന്ന് ട്രാഫിക് ഉണ്ടാവും, പിന്നെ വിഷയങ്ങളുണ്ടാവും. പക്ഷേ നമ്മൾ ട്രിവാൻഡ്രം ജില്ലയ്ക്കകത്തുള്ള ആൾക്കാർക്ക് അവിടെ ഓടാനുള്ള അപകട സാധ്യത കൂടുമെന്ന് വരുന്നു. തീർച്ചയായിട്ടും കൂടും. അത് ഹൈവേയിലൊക്കെ, നാഷണൽ ഹൈവേയിലൊക്കെ പോകുമ്പം ഓട്ടോയ്ക്കുള്ള സ്പീഡും വരുന്ന കാറിനുള്ള സ്പീഡൊക്കെ വ്യത്യാസങ്ങളുണ്ട്. ബസ്സിനും വ്യത്യാസം. അപകടങ്ങൾ സാധാരണ ഓട്ടോറിക്ഷ അപകടം കുറവാണ്. പൊതുവേ കേരളത്തിൽ ഓട്ടോറിക്ഷ അപകടം കുറവാണ്. പക്ഷെ അത് ഇതിൽ പെർമിറ്റ് മൊത്തത്തിൽ കൊടുത്തു കഴിഞ്ഞാലും അപകടങ്ങൾ കൂടാൻ ചാൻസ് ഉണ്ട്. ചേട്ടൻ്റെ അഭിപ്രായം എന്താണ്? ഈ പെർമിറ്റ് ഇപ്പോൾ വന്നിരിക്കുകയാണ്, ഓൾ കേരള സ്റ്റേറ്റ് പെർമിറ്റാണ് വന്നിരിക്കുന്നത്. ചേട്ടൻ്റെ അഭിപ്രായം എന്താ? എൻ്റെ അഭിപ്രായം നല്ലത് തന്നെ. പക്ഷേ ഒരു കാര്യം, ഇപ്പോൾ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഒരു ഡ്രൈവർ ഇവിടെ വന്ന് ഓടണമെന്ന് പറഞ്ഞാൽ പുതിയ ആളാണ്. യാതൊരു സമയം ആക്സിഡൻറ്റ് സംഭവിക്കാം. അതേപോലെ പല കാര്യങ്ങളും ബസ് സ്റ്റാൻഡിലേക്ക് ഓട്ടോ എടുക്കുമ്പോൾ അവർക്ക് അറിയത്തില്ല. നമ്മളിവിടെ സിറ്റിക്കകത്ത് ഓടുന്ന ആളാണ്. ഇവിടെ ട്രിവാൻഡ്രം സിറ്റിക്കകത്ത് മൊത്തം ഓടുന്ന ആളാണ്. അപ്പോൾ നമുക്ക് അവർ ഇപ്പോൾ ഞാൻ തന്നെ കൊല്ലത്ത് ചെന്നിട്ട് എനിക്ക് ഓടാൻ പറ്റുമോ? പറ്റത്തില്ല. അല്ല, അതിലെന്താണ് കാര്യമായ പ്രശ്നം? എന്താണ് പ്രശ്നമാണ്? പുതിയ ആളാണ്. ഇത് ട്രിവാൻഡ്രം സിറ്റിയിൽ താമസിക്കുന്ന ആളും കൊല്ലം ഡിസ്ട്രിക്റ്റിൽ താമസിക്കുന്ന ആളും ഒരുപാട് ഡിഫറൻസുകളുണ്ട്. എല്ലാവരും മലയാളികളല്ലേ? അതായത് നിങ്ങൾ തൊഴിലാളികൾ മറ്റ് സ്ഥലങ്ങളിൽ പോകുമ്പോൾ തർക്കം ഉണ്ടാകുമോ? റൂട്ട് മാറ്റമാണ്. റൂട്ട് അറിയത്തില്ല. റൂട്ട് അറിയാതെ വരുമ്പോൾ ആക്സിഡൻറ്റ് ഉണ്ടാകും. ഏറ്റവും കൂടുതൽ അതാണ്.
ഇവിടെ തന്നെ സിറ്റിക്കകത്ത് ഒരുപാട് ട്രാഫിക് ബ്ലോക്കുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ നമ്മൾ സ്ഥിരം ഓടുന്നതുകൊണ്ട് നമുക്കറിയാം ഒരു ബൈക്ക് പോകണത് എങ്ങനെ പോകുന്നുണ്ട് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ നമുക്ക് മനസ്സിലാവും. പക്ഷേ മറ്റേ വെളിയിൽ നിന്ന് വരുന്ന ഒരു വണ്ടിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. ആക്സിഡൻറ്റ് ഉണ്ടാവും. പിന്നെ അവർ എങ്ങനെയുള്ള ഡ്രൈവറാണ് നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മൾ സ്ഥിരം ഇപ്പോൾ ഇന്ന് ഇവിടെ 10 ഡ്രൈവർ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഇന്ന ഡ്രൈവർ ഇവിടെ ഉള്ള ആളുകളാണ്. പക്ഷേ വെളിയിൽ നിന്ന് വരുന്ന ആൾ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ശരി, അത്തരത്തിൽ ഈ തീരുമാനത്തെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും ഉണ്ട്. അരുൺ സോളമനൊപ്പം കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡിൽ എന്നതാണ്. പക്ഷേ മന്ത്രിയുടെ പ്രതികരണത്തിൽ നമ്മൾ കണ്ടതാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തത് വിവിധ ജില്ലകളിൽ നിന്ന് ശബരിമലയിലേക്ക് ഓട്ടോയിൽ എത്തുന്നവരുടെ പരാതിയെ തുടർന്ന് കൂടിയാണ് എന്നതാണ്. ഏതായാലും പത്തനംതിട്ടയിൽ നിന്ന് പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നു. പ്രവീൺ പുരുഷോത്തമനൊപ്പം ശബരിമലയിലേക്ക് സ്ഥിരമായി ഓട്ടം പോകാറുമുള്ള ഡ്രൈവർമാരുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രവീൺ, എന്താണ് അവരുടെ ഒരു പ്രതികരണം ഇക്കാര്യത്തിൽ? വിനിത, ഏതാനും നാളുകൾക്ക് മുമ്പ് വരെ ശബരിമലയിലേക്ക് മറ്റ് ജില്ലകളിൽ നിന്നുമൊക്കെ ഓട്ടോറിക്ഷകളിൽ തീർത്ഥാടകർ എത്തുന്ന കാഴ്ച പതിവായിരുന്നു. പക്ഷേ ഇടക്കാലത്ത് ഈ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഒരു കർശന നിർദ്ദേശമുണ്ടായിരുന്നു. കാരണം ഈ പെർമിറ്റ് ലംഘിച്ചുകൊണ്ട് അന്യ ജില്ലകളിൽ നിന്നും ശബരിമലയിലേക്ക് തീർത്ഥാടകർ ഈ ഓട്ടോറിക്ഷയിൽ എത്തുമ്പോൾ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അവർക്ക് ഇൻഷുറൻസ് പരിരക്ഷ കിട്ടില്ല എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ ഈ കർശനമായും ഓട്ടോറിക്ഷകളിൽ ശബരിമലയിലേക്ക് പോകുന്ന ആളുകളുടെ എണ്ണം വളരെ കുറഞ്ഞു. അതിന് ഒരു നിരോധനം കൂടി മോട്ടോർ വാഹന വകുപ്പ് ഏർപ്പെടുത്തിയിരുന്നത്. പക്ഷേ പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ളവർക്ക് ജില്ലയ്ക്കകത്ത് തന്നെയാണ് ഈ തീർത്ഥാടന കേന്ദ്രം എന്നുള്ളതിനാൽ തന്നെ ഓട്ടോറിക്ഷകളിൽ ശബരിമലയിലേക്ക് സവാരി അവർ പോകാറുണ്ട്. ഇപ്പോൾ നമ്മോടൊപ്പം അങ്ങനെ സവാരി സ്ഥിരം നടത്തുന്ന ആളുകളുണ്ട്. എപ്പോഴും നമ്മുടെ ഇവിടെ നിന്ന് പത്തനംതിട്ടയിൽ നിന്ന് 68 കിലോമീറ്റർ ദൂരമുണ്ടല്ലോ പമ്പയിലേക്ക്. ആ യാത്ര ഓട്ടോറിക്ഷയെ സംബന്ധിച്ച് സേഫാണോ? സേഫാണ്. ഓട്ടോയിൽ ഞങ്ങൾ അങ്ങനെ സ്പീഡിലും അസത്യമായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടല്ല പോകുന്നത്. ഞങ്ങൾ പിന്നെ നല്ല രീതിയിൽ വണ്ടി ഓടിച്ചാൽ ശബരിമലയിലേക്ക് പോകുന്നത്. അതുപോലെ ഞങ്ങൾ മെഡിക്കൽ കോളേജിലൊക്കെ കോട്ടയം മെഡിക്കൽ കോളേജിലൊക്കെ പോകാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. വരലും ഓട്ടം വിളിച്ചാലും രോഗികളെ കൊണ്ടൊക്കെ പോകാൻ സാധാരണപ്പെട്ടവരുടെ ഒരു വണ്ടിയല്ലേ ഓട്ടോറിക്ഷ. അന്നേരം ഞങ്ങൾക്ക് മെഡിക്കൽ കോളേജിൽ പോകാനും കോട്ടയം മെഡിക്കൽ കോളേജിൽ പോകാനൊക്കെ വളരെ കാര്യമായ ഒരു ഉത്തരവാണ്. ഇപ്പോൾ ഈ പെർമിറ്റ് പ്രകാരം ഇപ്പോൾ കേരളത്തിൽ എല്ലായിടത്തേക്കും ഈ സവാരി നടത്താമെന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ അടുത്ത മണ്ഡലമകരവിളക്ക് തീർത്ഥാടന കാലത്തൊക്കെ ഓട്ടോറിക്ഷയിൽ തീർത്ഥാടകർ എത്തും. അപ്പോൾ അത് പരിചയമില്ലാത്ത ഡ്രൈവർമാരായിരിക്കാം. അപ്പോൾ അങ്ങനെ നിങ്ങളിപ്പം സ്ഥിരമായിട്ട് പോകുന്ന ആളുകളായതുകൊണ്ട് ശബരിമലയിലേക്ക് പോകുമ്പോൾ അപകടങ്ങളൊന്നും സംഭവിക്കുന്നില്ല. പരിചയമില്ലാത്ത ഡ്രൈവർമാർ ഈ ഓട്ടോറിക്ഷയും കൊണ്ട് ഈ വളവുകളും തിരിവുകളും ഒക്കെയുള്ള മലയോര മേഖലയാണല്ലോ, വനമേഖലയ്ക്കകത്തോടൊക്കെയാണ് പോകുന്നത്. അപ്പോൾ എന്തെങ്കിലും റിസ്ക് അല്ലേ അത്? അങ്ങനെ തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങനെ തോന്നുന്നില്ല. ചെറിയ വണ്ടി ആയിക്കൊണ്ട് നമുക്ക് ശബരിമലയ്ക്ക് ഈസി ആയിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെയാണ് ശബരിമലയിലേക്ക് ഉൾപ്പെടെ ഇനിയിപ്പം ഓട്ടോറിക്ഷകൾ കൊണ്ട് പോകാൻ കഴിയുമെന്നാണ് പുതിയ ഉത്തരവ് വന്നിരിക്കുന്നത്. അതിനെ നിങ്ങൾ ഓട്ടോ തൊഴിലാളികൾ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ശബരിമലയിൽ പോകുന്നതിന് ഞങ്ങൾ നേരത്തെ തൊട്ടേ പോകുന്നുണ്ട്. ഇപ്പോഴും അങ്ങനെ ഒരു അവസരം കിട്ടി കഴിഞ്ഞാൽ നമുക്ക് പോകാമല്ലോ. ശരി, പ്രവീൺ പുരുഷോത്തമൻ. ഇപ്പോൾ CIT